നമ്മൾ സെമി കണ്ടക്ടേഴ്സ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആയിരുന്നു നോക്കിയിരുന്നത്. ഇനി നമുക്ക് സെമി കണ്ടക്ടർ സ്റ്റാർട്ട് ചെയ്യാം. സെമി കണ്ടക്ടർ നമ്മൾ ഫസ്റ്റ് അതിന്റെ ബാൻഡ് തിയറി, പിന്നെ ഇൻട്രിൻസിക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ക്ലാസിഫിക്കേഷൻസും ആണ് നോക്കുന്നത്. ടൈം ഉണ്ടെങ്കിൽ നമുക്ക് പി എൻ ജംഗ്ഷൻ കൂടെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ മെറ്റീരിയൽസിനെ നമ്മൾ മൂന്നായിട്ടാണ് മെയിൻലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. ബേസ്ഡ് ഓൺ ദർ കണ്ടക്ടിവിറ്റി ആണ് ഈ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അതിൽ തന്നെ നമുക്കറിയാം കണ്ടക്ടേഴ്സ് ആണ് ഏറ്റവും ഫ്രീ ആയിട്ട് കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ്. അതിലൂടെ ഫ്രീ ആയിട്ട് കറണ്ടിനെ മൂവ് ചെയ്യാം. അതേസമയം ഇൻസുലേറ്റേഴ്സ് ആണെങ്കിൽ കറണ്ടിനെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതിലൂടെ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. പക്ഷെ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ വരുന്ന ഒരു മെറ്റീരിയലാണ്. കണ്ടക്ടേഴ്സിന്റെ അത്ര കണ്ടക്ടിവിറ്റി ഇല്ല, എന്നാൽ ഇൻസുലേറ്റേഴ്സിനെ പോലെ കറണ്ടിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്നില്ല. ഇതിന്റെ ഇടയിൽ വരുന്ന, അതായത് ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ കണ്ടക്ടിവിറ്റി വരുന്ന മെറ്റീരിയൽസ് ആണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സെമി കണ്ടക്ടേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ കണ്ടക്ടർ ആണെങ്കിൽ അതിലൂടെ കറണ്ടിന് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാം, ഇൻസുലേറ്റർ ആണെങ്കിൽ അതിന് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യും. എന്നാൽ സെമി കണ്ടക്ടേഴ്സിലോട്ട് വരുമ്പോൾ നമുക്ക് അതിന്റെ കണ്ടക്ടിവിറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പല ഡോപ്പിംഗ് പോലുള്ള പല മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ പറഞ്ഞ സെമി കണ്ടക്ടേഴ്സിന്റെ ഒക്കെ കണ്ടക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യാം. ആ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടാണ് നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസുകളെല്ലാം ഇപ്പോൾ സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഡയോഡ്, ട്രാൻസിസ്റ്റർ, LED, സോളാർ സെൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയുന്ന എല്ലാ ഒട്ടുമിക്ക ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സും ഉണ്ടാക്കിയിരിക്കുന്നത് സെമി കണ്ടക്ടേഴ്സ് കൊണ്ടാണ്. അത് ഈ ഒരു പ്രത്യേകത കൊണ്ടാണ്. ഓക്കെ, ഈ സെമി കണ്ടക്ടേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ അത് സെമി കണ്ടക്ടർ സ്ട്രക്ചറിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ നമുക്ക് ആറ്റംസിന്റെ ഒരു ബേസിക് സ്ട്രക്ചറിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവും. അതും നമ്മൾ ഒത്തിരി ഡീറ്റെയിലോട്ടൊന്നും പോകുന്നില്ല, ജസ്റ്റ് അതിന്റെ ഒരു സർഫസിലുള്ള കാര്യങ്ങളെ പറയുന്നത്. ആറ്റം നമുക്ക് അറിയാൻ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ന്യൂക്ലിയസിന്റെ അകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണുള്ളത്. അപ്പൊ ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇലക്ട്രോൺസ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഓരോ ഷെൽസിലായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺസിനെ ഓരോ ഷെല്ലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു nth ഷെല്ലിൽ, ഇതൊക്കെ നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്, ഒരു nth ഷെല്ലിൽ 2n² ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിലാണെങ്കിൽ 2 ഇലക്ട്രോൺ ആയിരിക്കും, സെക്കൻഡ് ഷെല്ലിലോട്ട് വരുമ്പോൾ 10, 18, അങ്ങനെ ഓരോ ഷെല്ലിലും ഒരു 2n² ഇലക്ട്രോൺസ് ഉണ്ട്. ഈ രീതിയിലാണ് ഇലക്ട്രോൺസ് നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഷെൽസിനെ പിന്നീട് സബ് ഷെല്ലായിട്ടൊക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, NPS എന്നൊക്കെ പറയും. നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട, ഇത്ര അറിഞ്ഞാൽ മതി. ഒരു ആറ്റത്തിന് സെൻട്രലിൽ ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ് ഈ ഒരു ഷെൽ കോൺഫിഗറേഷനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു nth ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2n² ആണ്. ഓക്കെ, അതിൽ ഔട്ടർമോസ്റ്റ് ഷെല്ല് നമ്മൾ പറഞ്ഞു ഈ ഷെല്ലുകളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിനെയാണ് നമ്മൾ വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. ഈ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഈ വാലൻസ് ഇലക്ട്രോൺസ് ആണ് ആറ്റംസിന്റെ സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ വാലൻസ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഒരു ഒക്ടറ്റ് റൂള് നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഒക്ടറ്റ് റൂള് പറയുന്നത് ഒരു ആറ്റത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലാണ് അത് എന്താവുക, സ്റ്റേബിൾ ആവും. ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ്, നമ്മുടെ ക്രിപ്റ്റോൺ, ആർഗൺ, നോബിൾ ഗ്യാസ് എലമെന്റ്സ് ഒക്കെ നമ്മൾ ഹൈലി സ്റ്റേബിൾ എന്ന് പറയാനുള്ള കാരണം എന്താണ്, ആ ഗ്രൂപ്പിലുള്ള എലമെന്റ്സിന്റെ ഒക്കെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ 8 വാലൻസ് ഇലക്ട്രോൺസ് അച്ചീവ് ചെയ്യുമ്പോഴാണ് ഒരു ആറ്റം എന്താവുന്നത്, സ്റ്റേബിൾ ആവുന്നത്. അപ്പൊ ഈ ബോണ്ടിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ ഒരു 8 ഇലക്ട്രോൺസിലോട്ട് എത്താൻ വേണ്ടിയാണ്. അപ്പൊ അതാണ് ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നത്. ഏതാറ്റവും ശ്രമിക്കുക ഈ ഒരു 8 ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു കോൺഫിഗറേഷനിലോട്ട് എത്താനാണ്. അപ്പൊ ഔട്ടർമോസ്റ്റ് ഷെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാലൻസ് ഷെല്ല്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നമുക്ക് 8 ഇലക്ട്രോൺസ് എത്തുമ്പോഴാണ് ഒരു ആറ്റം എന്താവുക, സ്റ്റേബിൾ ആവുക. ആ റൂളിന് പറയുന്നതാണ് ഒക്ടറ്റ് റൂൾ. ഓക്കെ, നമ്മള് സെമി കണ്ടക്ടർ, നമുക്ക് ഇൻസുലേറ്റർ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് അറിയാം. നമ്മുടെ കണ്ടക്ടിങ് മെറ്റീരിയൽസ്, ഇപ്പൊ നമ്മുടെ അലൂമിനിയം, കോപ്പർ ഒക്കെ കണ്ടക്ടീവ് മെറ്റീരിയൽസ് ആണ്. ഈ സെമി കണ്ടക്ടർ മെറ്റീരിയൽസിന്റെ എക്സാമ്പിൾ ആണ് ജർമേനിയം, സിലിക്കൺ എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ട് സെമി കണ്ടക്ടർ ആയി എന്നുള്ളത് നമുക്ക് ഇനി മനസ്സിലാവും. അപ്പോൾ മനസ്സിലാക്കുക, സിലിക്കൺ, ജർമേനിയം ഒക്കെയാണ് നമ്മുടെ സെമി കണ്ടക്ടറിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ് ഇത് സെമി കണ്ടക്ടർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിന്റെ അറ്റോമിക് സ്ട്രക്ചറിലോട്ട് പോകാം. സിലിക്കൺ, ജർമേനിയം എന്നൊക്കെ പറയുന്നത് ഗ്രൂപ്പ് 14 എലമെന്റ്സ് ആണ് പീരിയോഡിക് ടേബിളിൽ. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ബാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 4 ആണ്. ജർമേനിയം ആയാലും സിലിക്കൺ, കാർബൺ ഒക്കെ ഈ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇവരുടെയൊക്കെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒക്ടറ്റ് റൂൾ പ്രകാരം 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക, ഒരു ആറ്റം സ്റ്റേബിൾ ആവും. അപ്പോൾ ആറ്റം ഈ 8 ഇലക്ട്രോൺ കോൺഫിഗറേഷനിലോട്ട് എത്താൻ ശ്രമിക്കും. ഓക്കെ, നമ്മുടെ ജർമേനിയം ആയാലും സിലിക്കൺ ആയാലും സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ഒക്കെ എത്രയാണ്, 4 വാലൻസ് ഇലക്ട്രോൺ ആണ് വരുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് 8 ഇലക്ട്രോൺസിലോട്ട് എത്തുന്നത് ചോദിച്ചാൽ കോവാലന്റ് ബോണ്ടിങ്ങിലൂടെയാണ് ഈ
സിലിക്കണും ജർമ്മനിയും ഒക്കെ ഈ 8 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയും. കോവാലന്റ് ബോണ്ട്സ് നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഇലക്ട്രോൺസ് ഷെയർ ചെയ്തുണ്ടാവുന്ന ബോണ്ടുകളെയാണ് നമ്മൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഒരു ക്രിസ്റ്റൽ, നമ്മളൊരു സിലിക്കൺ ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ അത് സിലിക്കൺസ് ഈ കോവാലന്റ് ബോണ്ട് ഉപയോഗിച്ചിട്ടാണ് സിലിക്കൺ ആറ്റംസ് ബോണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 8 ഇലക്ട്രോൺ കോൺഫിഗറേഷനിലോട്ട് എത്താൻ വേണ്ടി. അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഒരു സിലിക്കണിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറാണ്. ഒരു സിലിക്കൺ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ എങ്ങനെയാണ് ബോണ്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഒരു സെന്ററിലുള്ള ഈ സിലിക്കൺ ആറ്റം എടുക്കുക. അപ്പൊ അതിന്റെ ചുറ്റും നിങ്ങൾക്ക് 4 ഇലക്ട്രോൺസ് കാണാം. സെന്ററിലുള്ള സിലിക്കൺ ആറ്റത്തിന് ചുറ്റും 4 ഇലക്ട്രോൺ. അതാണ് അതിന്റെ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു സിലിക്കൺ 8 ഇലക്ട്രോൺസ് അതിന്റെ വാലൻസ് ഷെല്ലിൽ വരുമ്പോഴാണ് എന്ത് ചെയ്യുക, അത് അതിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് വരിക, അല്ലെങ്കിൽ അത് സ്റ്റേബിൾ ആവും. അപ്പൊ അതിനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സിലിക്കൺ അതിന്റെ ക്രിസ്റ്റൽ ലാറ്റിസിലുള്ള 4 നൈബറിംഗ് സിലിക്കൺ ആറ്റംസുമായിട്ട് ഓരോ ഇലക്ട്രോൺ വെച്ച് ഷെയർ ചെയ്യും. അപ്പൊ നമുക്ക് ഈ 2 സിലിക്കൺ ആറ്റംസ് എടുക്കാം. ഇത് രണ്ടുപേരും ഓരോ ഇലക്ട്രോൺസ് തമ്മിൽ ഷെയർ ചെയ്യണം. അപ്പൊ നമ്മുടെ ഈ സെന്ററിലുള്ള സിലിക്കൺ ആറ്റം, ഈ മുകളിലുള്ള സിലിക്കൺ ആറ്റം അതിന്റെ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ ഈ സിലിക്കൺ ആറ്റം അതിന്റെ ഈ ഇലക്ട്രോണിനെ ഇയാൾക്ക് ഷെയർ ചെയ്യുന്നു, ഈ സിലിക്കൺ ആറ്റം അതിന്റെ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നു, അതുപോലെ താഴെയുള്ള ഈ സിലിക്കൺ ആറ്റം ഈ ഇലക്ട്രോണിനെ ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ നോക്കിയാൽ സെന്ററിലുള്ള സിലിക്കൺ ആറ്റത്തിന് ഇപ്പൊ മൊത്തം ബാക്കി 4 സിലിക്കൺ ആറ്റംസ് ഷെയർ ചെയ്തത് കൂടി ചേർത്താൽ 8 ഇലക്ട്രോൺസ് ആണ് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ളത്. അതിന്റെ ഒറിജിനൽ ആയിട്ട് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള 4 ഇലക്ട്രോൺസും പിന്നെ ആ ചുറ്റുമുള്ള 4 സിലിക്കൺ ആറ്റംസ് കോൺട്രിബ്യൂട്ട് ചെയ്ത ഓരോ ഇലക്ട്രോൺസ്. ഇതിനെയാണ് നമ്മൾ ബോണ്ട് ഇലക്ട്രോൺ ഷെയറിംഗ്, അല്ലെങ്കിൽ ഇതിനെയാണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇലക്ട്രോൺസ് ഷെയർ ചെയ്തുണ്ടാവുന്ന ഈ ഒരു ബോണ്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോവാലന്റ് ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സിലിക്കൺ ആറ്റംസിന് അതിന്റെ നൈബറിംഗ് 4 സിലിക്കൺ ആറ്റംസുമായിട്ട് എന്ത് ഫോം ചെയ്യും, കോവാലന്റ് ബോണ്ട്സ് ഫോം ചെയ്യും. ഇങ്ങനെയാണ് ഒരു സിലിക്കൺ അതിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്, ഇങ്ങനെ അപ്പൊ ഓരോ സിലിക്കണും അതിന്റെ, നമ്മൾ ഏത് സിലിക്കൺ എടുത്താലും അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. 4 അതിന്റെ ഇലക്ട്രോൺസ് ആയിരിക്കും, 4 ചുറ്റുമുള്ള 4 സിലിക്കൺ ആറ്റംസിൽ നിന്ന് ഷെയർ ചെയ്തെടുത്തതായിരിക്കും. അപ്പൊ ഈ രീതിയിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ആ ഒരു ഒക്ടറ്റ് റൂളിലോട്ട് എത്തുന്നു, 8 ഇലക്ട്രോൺസ് എന്നുള്ള ഒരു സ്റ്റേറ്റിലോട്ട് എത്തുന്നു. ഓക്കെ, അപ്പൊ ജർമേനിയത്തിന്റെ കേസ് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇപ്പൊ ജർമേനിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നോക്കിയാലും 4 ഇലക്ട്രോൺസ് ആണ്. ഇപ്പൊ ജർമേനിയത്തിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ നോക്കിയാലും ഇതേപോലെ തന്നെ ആയിരിക്കും. ഒരു ജർമേനിയം ആറ്റം അതിന്റെ ചുറ്റുമുള്ള 4 ജർമേനിയം ആറ്റമായിട്ട് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അപ്പൊ അവിടെ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യുന്നു. അപ്പൊ ഓരോ സിലിക്കൺ അല്ലെങ്കിൽ ജർമേനിയം ആറ്റവും 4 കോവാലന്റ് ബോണ്ട്സ് നൈബറിംഗ് സിലിക്കൺ ആറ്റംസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സിലിക്കൺ നീഡ്സ് 8 ഇലക്ട്രോൺസ് ഇൻ ദർ ഔട്ടർമോസ്റ്റ് ഷെൽ ഫോർ സ്റ്റെബിലിറ്റി. അപ്പൊ ഇത് നമ്മൾ 4 കോവാലന്റ് ബോണ്ട്സിലൂടെയാണ് ഈ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്നത്, അച്ചീവ് ചെയ്യുന്നത്. അപ്പൊ ഓരോ കോവാലന്റ് ബോണ്ട്സിലും എന്താണ്, രണ്ട് സിലിക്കൺ ആറ്റംസ് 2 ഇലക്ട്രോൺസിന് ഷെയർ ചെയ്താണ് ഇത് അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് സിലിക്കന്റെ ലാറ്റിസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ കോവാലന്റ് ബോണ്ട് മോഡൽ എന്ന് പറയുന്നത്. സിലിക്കന്റെ കോവാലന്റ് ബോണ്ട് മോഡൽ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയാൽ ഇപ്പൊ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള എല്ലാ ഇലക്ട്രോൺസും തന്നെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഓരോ സിലിക്കൺ ആറ്റത്തിനും ചുറ്റുമുള്ള അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള 4 ഇലക്ട്രോൺസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏത് സിലിക്കൺ ആറ്റം എടുത്ത് നോക്കിയാൽ അതിന് ചുറ്റും 4 ഇലക്ട്രോൺ ഉണ്ടാവും. അത് കാണിച്ചിരിക്കുന്നത് എന്താണ്, അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ. അപ്പൊ നമ്മൾ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും, ഇതിലുള്ള എല്ലാ ഇലക്ട്രോൺസും എന്താണ്, ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒന്നും തന്നെ എന്തില്ല, ഒരു ഇലക്ട്രോണും ഫ്രീ ആയിട്ടിരിക്കുന്നില്ല. എല്ലാ ഇലക്ട്രോൺസും ഓരോ ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റഡ് ആണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ അടുത്തുള്ള സിലിക്കൺ ആയിട്ടുള്ള ഈ ഒരു ബോണ്ടിൽ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുക. അപ്പൊ ഒരു ഇലക്ട്രോൺ ഇവിടെ എന്തല്ല, ഫ്രീ അല്ല. അപ്പൊ നമുക്ക് പറയാം ഈ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ എന്തില്ല, ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണ്, ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്, നമുക്കറിയാം ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വേണമെങ്കിൽ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് വേണം. കറണ്ടിന് പാസ് ചെയ്യണമെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ, കറണ്ട് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ കണ്ട മെറ്റൽസ് പറഞ്ഞു, ഇൻസുലേറ്റേഴ്സ് പറഞ്ഞു, സെമി കണ്ടക്ടേഴ്സ് പറഞ്ഞു. ഇപ്പൊ ഇൻസുലേറ്റർ എല്ലാ മെറ്റീരിയൽസും ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റം കൊണ്ടാണ്. എല്ലാ ആറ്റത്തിന്റെ അകത്ത് എന്തുണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മുടെ ഇൻസുലേറ്റേഴ്സ് എന്തുകൊണ്ടാണ് കറണ്ട് കണ്ടക്ട് ചെയ്യുന്നത്, അതിൽ എന്തില്ല, ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ സെമി കണ്ടക്ടർ മെറ്റീരിയൽസിലോട്ട് വന്നാലും ഇപ്പൊ നമ്മൾ ഇതിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, ഇവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺ ഇല്ല. അപ്പൊ ഇത് എന്തായിട്ട് തന്നെ ബിഹേവ് ചെയ്യണം, ഇതൊരു ഇൻസുലേറ്റർ ആണെന്ന് നമുക്ക് പറയാം. ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്നു സെമി കണ്ടക്ടർ സിലിക്കൺ ഒരു സെമി കണ്ടക്ടർ ആണെന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ ലാറ്റിസ് സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇതൊരു ഇൻസുലേറ്റർ ആണ്. കാരണം എന്താ, ഇവിടെ ഒരു ഇലക്ട്രോണും ഫ്രീ ഇല്ല. എല്ലാ വാലൻസ് ഇലക്ട്രോണും ഈ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് ഒരു 0 കെൽവിനുള്ള പിക്ചറാണ്. 0 കെൽവിൻ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ തെർമൽ എനർജി ഇല്ല.
അതായത് ടെമ്പറേച്ചർ അബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ 0 കെൽവിൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു തെർമൽ എനർജി ഇല്ല, ഒരു എനർജി അവിടെ കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റിലാണ് ഈ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നത്. പക്ഷെ നിങ്ങൾ പയ്യെ ടെമ്പറേച്ചർ കൂട്ടി കൂട്ടി കൊണ്ടുവന്നാൽ ഇവിടെ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഈ സിലിക്കൺ ആറ്റംസ് ഒക്കെ, അതായത് 0 കെൽവിൻ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ ആണ്. ഈ 0 കെൽവിനിൽ നിന്ന് നിങ്ങൾ പയ്യെ ഇവിടെയുള്ള ടെമ്പറേച്ചർ കൂട്ടി കൊണ്ടുവന്നാൽ ഈ സിലിക്കൺ ആറ്റംസ് ഒക്കെ പയ്യെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. സിലിക്കൺ ആറ്റംസ് ഒക്കെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഈ ഇലക്ട്രോൺസിനൊക്കെ ചെറുതായിട്ട് തെർമൽ എനർജി അക്വയർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ചില ഇലക്ട്രോൺസ് ഒക്കെ ഒരു സഫീഷ്യന്റ് തെർമൽ എനർജി അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു വൈബ്രേഷൻസ് കാരണം ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ ലാറ്റിസ് വൈബ്രേഷൻസ് ഉണ്ടായി. ലാറ്റിസ് വൈബ്രേഷൻസ് കാരണം ഇപ്പൊ ഈ ഒരു ഇലക്ട്രോൺ, ഇപ്പൊ ഞാൻ ഈ അണ്ടർലൈൻ ചെയ്ത ഒരു ഇലക്ട്രോൺ ഒരു സഫീഷ്യന്റ് തെർമൽ എനർജി കിട്ടിയെന്ന് കരുതുക. അപ്പൊ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഇലക്ട്രോൺ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരും. അപ്പൊ ഈ ഇലക്ട്രോൺ എന്തായി, അപ്പൊ ഇവിടെ ആ ഇലക്ട്രോൺ ബോണ്ടിൽ നിന്ന് പൊട്ടി പുറത്തേക്ക് വരും. അപ്പൊ ഈ ഇലക്ട്രോൺ എന്തായി, ഫ്രീ ആയി. അങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്യുക, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് ഇവിടെ കൂടുതൽ കൂടുതൽ ബോണ്ടുകൾ എന്ത് ചെയ്യും, കൂടുതൽ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യും. ആ ഇലക്ട്രോൺസ് ഒക്കെ എന്താവും, ഫ്രീ ആവും. അങ്ങനെ പയ്യെ പയ്യെ ഇവിടെ എന്ത് ചെയ്യും, ഫ്രീ ഇലക്ട്രോൺസ് ജനറേറ്റഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സിലിക്കൺ ആറ്റത്തിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്താന്ന് പറഞ്ഞു. അറ്റ് അബ്സല്യൂട്ട് സീറോ, അതായത് 0 കെൽവിനിൽ നമ്മൾ ഒരു സിലിക്കന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ വാലൻസ് ഇലക്ട്രോൺസും കോവാലന്റ് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവില്ല, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. അപ്പൊ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ നമുക്കൊരു മെറ്റീരിയൽ എന്താന്ന് പറയാം, ഒരു ഇൻസുലേറ്റർ ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് പറയാം, എല്ലാ സെമി കണ്ടക്ടർ മെറ്റീരിയൽസും 0 കെൽവിനിൽ ഒരു ഇൻസുലേറ്ററിനെ പോലെയാണ് ബിഹേവ് ചെയ്യുക. അതിപ്പോ സെമി കണ്ടക്ടർ ആയാലും ജർമ്മനി ആയാലും ഒക്കെ 0 കെൽവിനിൽ എന്തായിരിക്കും, ഇൻസുലേറ്റർ ആയിരിക്കും. കാരണം 0 കെൽവിനിൽ എന്തില്ല, ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ കറണ്ട് ഇല്ല. കറണ്ട് ഇല്ലെങ്കിൽ അതൊരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണ്. ഇനി ഫ്രീ ഇലക്ട്രോൺസിലാണ് എന്ത് ഇലക്ട്രിക്കൽ കണ്ടക്ഷന് വേണ്ടി ആവശ്യമുള്ളത്. അപ്പൊ അതില്ലെങ്കിൽ അത് എന്തായിരിക്കും, ഇൻസുലേറ്റർ ആയിരിക്കും. ഇനി ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ തെർമൽ എനർജി കൊടുക്കണം. അപ്പൊ നമ്മൾ പയ്യെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ചെറിയ ലാറ്റിസ് വൈബ്രേഷൻസ് ഉണ്ടാവും. അത് കാരണം എന്ത് സംഭവിക്കും, നമ്മുടെ ഇലക്ട്രോൺസിനൊക്കെ തെർമൽ എനർജി കിട്ടും. അപ്പൊ ചില ഇലക്ട്രോൺസിനൊക്കെ ഒരു സഫീഷ്യന്റ് എനർജി എത്തുമ്പോൾ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഈ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരും. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്തിരിക്കുകയാണ്, ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ആ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണിനെയാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഈ ഫ്രീ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാം, ഈ ലാറ്റിസിലൂടെ എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാം. അതിന് നമ്മുടെ ഇലക്ട്രിക്കൽ കണ്ടക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യാം. കാരണം നിങ്ങൾ ഇവിടെ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രീ ഇലക്ട്രോൺ എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. അപ്പൊ നേരത്തെ ഫിഗർ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു 0 കെൽവിനിലുള്ള ഫിഗറാണ്, അല്ലെങ്കിൽ അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിലുള്ള ഫിഗറാണ്. ഇവിടെ നിങ്ങൾ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ്. ഈ ക്രിസ്റ്റലിന് അക്രോസ് ഒരു പോസിറ്റീവ് വോൾട്ടേജും നെഗറ്റീവ് വോൾട്ടേജ്, നിങ്ങളൊരു ബാറ്ററി അപ്ലൈ ചെയ്യാണ്. ഇവിടെ ഒരിക്കലും കറണ്ട് ഉണ്ടാവില്ല. കാരണം എന്താണ്, ഇവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. അതേസമയം നിങ്ങൾ ഈ ഒരു ക്രിസ്റ്റലിൽ ഇവിടെ പോസിറ്റീവും നെഗറ്റീവും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്, ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഈ ഫ്രീ ഇലക്ട്രോൺ എന്ത് ചെയ്യും, പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നേരെ മൂവ് ചെയ്യും. അപ്പൊ അവിടെ കറണ്ട് ഉണ്ടാവും. അപ്പൊ ഒരു സെമി കണ്ടക്ടറിൽ കറണ്ട് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം. അപ്പൊ 0 കെൽവിനിൽ ഒരിക്കലും ഒരു സെമി കണ്ടക്ടർ കണ്ടക്ട് ചെയ്യില്ല, അത് പെർഫെക്റ്റ് ഇൻസുലേറ്റർ ആയിരിക്കും. നിങ്ങൾ പയ്യെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോണ്ട്സ് ബ്രേക്ക് ചെയ്യും. ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ഫ്രീ ആവും. ഇലക്ട്രോൺസ് ഫ്രീ ആകുമ്പോഴാണ് അവിടെ നമുക്ക് ഫ്രീ ഇലക്ട്രോൺസ് അവൈലബിൾ ആവും കണ്ടക്ഷൻ വേണ്ടി. ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ടാകുമ്പോൾ തന്നെ വേറൊരു ഫിനോമിനോട് സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ബ്രേക്ക് ആയ ബോണ്ട് നമുക്ക് നോക്കാം. ഈ ഫിഗറിൽ ബ്രേക്ക് ആയ ഒരു ബോണ്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ, ഈ ഒരു കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു വേക്കൻസി ഉണ്ടാവുകയാണ്, അല്ലെ? ഒരു വേക്കൻസി അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിന്റെ അഭാവം, അതിനെയാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ എ വേക്കൻസി ലെഫ്റ്റ് ബിഹൈൻഡ് എ ബ്രോക്കൺ ബോണ്ട് ഈസ് കോൾഡ് ഹോൾ. അതായത് ആ സിലിക്കണ് ചുറ്റും അവിടെ എത്ര ആറ്റംസ് ഉണ്ടായിരുന്നു, 4 ആറ്റംസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നാണ് ഒരു ഇലക്ട്രോൺ, ആ 4 ആറ്റംസും കോവാലന്റ് ബോണ്ടിങ്ങിലും ബോണ്ടഡ് ആയിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഒരാൾ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരും. അപ്പൊ അവിടെ എന്തുണ്ടാവും, സ്വാഭാവികമായും ഒരു വേക്കൻസി ഉണ്ടാവും. ആ വേക്കൻസിയാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓരോ ഇലക്ട്രോണും ഇവിടെ ജനറേറ്റ് ആവുന്നതിനനുസരിച്ച് ഓരോ ഹോൾ എന്താവുന്നുണ്ട്, ജനറേറ്റ് ആവുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഇലക്ട്രോൺ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് പോവുകയാണ് ഫ്രീ ഇലക്ട്രോൺ ആയിട്ട്. അപ്പൊ ഇവിടെയും എന്തുണ്ടാവും, ഇവിടെയും ഒരു ഹോൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് പറയാം ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ ഒരു ഇലക്ട്രോൺ മാത്രമല്ല ഉണ്ടാവുന്നത്, ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ആയിട്ടാണ് ജനറേറ്റ് ആവുന്നത്. അപ്പൊ നിങ്ങൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രോൺ ജനറേഷൻ അല്ല നടക്കുന്നത്, മറിച്ച് ഇലക്ട്രോൺ ജനറേഷൻ ആണ്, പക്ഷെ അത് പറയേണ്ടത് എങ്ങനെയാണ്, ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ ആണ്. അപ്പൊ 10 ഇലക്ട്രോൺസ് ഫ്രീ ആയാലും അവിടെ 10 വേക്കൻസി ഉണ്ടാവും, അല്ലെ? ആ ഇലക്ട്രോൺസ് പോയ സ്ഥലത്തൊക്കെ ഒരു വേക്കൻറ്റ് സ്പേസ് ഉണ്ടാവും. ആ വേക്കൻറ്റ് സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഒരു ഹോൾ എന്ന് പറയുന്നത്. അപ്പൊ
അപ്പൊ ഇലക്ട്രോൺ ഹോൾ പെയർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു സെമി കണ്ടക്ടറിൽ ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഹോളിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ നടക്കുന്നത്? യൂസിങ് തെർമൽ എനർജി, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ സഫീഷ്യന്റ് ഇലക്ട്രോൺ ഹോൾ പെയർ കിട്ടും. ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ 0 കെൽവിനിൽ വെച്ചാൽ അവിടെ ഒരു ഇലക്ട്രോണും ഉണ്ടാവില്ല, അവിടെ കണ്ടക്ടിവിറ്റി 0 ആണ്. അതേസമയം നമ്മൾ പയ്യെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് ഒരു 300 കെൽവിൻ, ഒരു റൂം ടെമ്പറേച്ചറിലോട്ടൊക്കെ എത്തിക്കഴിയുമ്പോൾ അവിടെ കുറെ ബോൺസ് ഒക്കെ ബ്രേക്ക് ആയിട്ടുണ്ടാവും. അവിടെ ഒരു n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അവിടെ ജനറേറ്റ് ആയിട്ടുണ്ടാവും. ഒരു n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ജനറേറ്റ് ആകുമ്പോൾ അവിടെ ഒരു n നമ്പർ ഓഫ് ഹോൾസും ജനറേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് അത് എന്ത് ചെയ്യുന്നത്, അവിടെ കണ്ടക്ടിവിറ്റി പോസിബിൾ ആണ്. അപ്പൊ ഈ ഹോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ആൻ ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺ ഇൻ കോവാലന്റ് ബോണ്ട്. കോവാലന്റ് ബോണ്ടിൽ നമ്മൾ ഇലക്ട്രോണിന്റെ ആബ്സെൻസിനെ വിളിക്കുന്നത്. ഇപ്പൊ ഈ ഒരു കോവാലന്റ് ബോണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇലക്ട്രോൺ പോയി, അപ്പൊ ആ ഒരു ആബ്സെൻസിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, ഹോൾ എന്ന് വിളിക്കുന്നത്. പക്ഷെ ഈ ഒരു ഹോളിന് ഒരു പോസിറ്റീവ് ചാർജ് ആണുള്ളത്. കാരണം എന്താണ്, നിങ്ങൾക്കറിയാം ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണുള്ളത്. അപ്പൊ സ്വാഭാവികമായും അതിന്റെ ഇലക്ട്രോണിന്റെ ആബ്സെൻസ് എന്ന് പറയുമ്പോൾ ആ വേക്കൻസിക്ക് എന്ത് ചാർജ് ആണുള്ളത്, പോസിറ്റീവ് ചാർജ് ആണുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഇലക്ട്രോൺസിന് കണ്ടക്ടിവിറ്റിയിൽ ടേക്ക് പാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി അടുത്ത് അറിയേണ്ടത്. അപ്പൊ നമുക്കറിയാം ഹോൾസിന്, ഇപ്പൊ നമുക്കറിയാം ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ഒരു ചാർജ് കാരിയർ ആണ്. നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്. നമ്മളൊരു കണ്ടക്ടറിന്റെ അക്രോസ് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ 3 ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, നമ്മുടെ പോസിറ്റീവ് ടെർമിനലിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പോസിറ്റീവ് ടെർമിനലിന് നേരെ മൂവ് ചെയ്യും. അതേസമയം ഒരു ഹോളിന് അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഒരു ഹോൾ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോൾ ഒരു ചാർജ് കാരിയർ ആണ് എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഹോൾ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് മാത്രമല്ല, ഒരു പോസിറ്റീവ് ചാർജ് കാരിയർ ആയിട്ട് ഇത് ബിഹേവ് ചെയ്യും. അതായത് ഇലക്ട്രോൺ പോലെ തന്നെ ഒരു ചാർജ് കാരിയർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾ ബിഹേവ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു ക്രിസ്റ്റലിൽ ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ആയി, ഞാനിവിടെ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം. ഇലക്ട്രിക് ഫീൽഡിന്റെ പോസിറ്റീവ് ടെർമിനൽ ഇവിടെയും നെഗറ്റീവ് ടെർമിനൽ ഇവിടെയും. ഓക്കെ, അപ്പൊ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് ഇവിടെ എന്തുണ്ടാവും, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ നെക്ലോസ് ഞാനൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യും. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ ഇലക്ട്രോൺ എന്ത് ചെയ്യും, പോസിറ്റീവ് ടെർമിനലിലോട്ട് ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അപ്പൊ ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യും, പോസിറ്റീവ് ടെർമിനലിന് നേരെ മൂവ് ചെയ്യും. അപ്പൊ നമ്മുടെ ഇവിടെ ഫ്രീ ആയിട്ടുള്ള ഈ ഫ്രീ ഇലക്ട്രോൺ എങ്ങോട്ട് മൂവ് ചെയ്യും, ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ഡ്രിഫ്റ്റ് ടുവേർഡ്സ് ദ പോസിറ്റീവ് ടെർമിനൽ. പക്ഷെ അതേപോലെ തന്നെ ഈ ബോണ്ടിങ്ങിലുള്ള ബാക്കി ഇലക്ട്രോൺസിനൊക്കെ ഈ പോസിറ്റീവ് ടെർമിനലിലോട്ട് ഒരു അട്രാക്ഷൻ ഉണ്ടാവും. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരൊക്കെ കോവാലന്റ് ബോണ്ടിൽ ട്രാപ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. ഈ ഫ്രീ ആയ ഇലക്ട്രോൺ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പോസിറ്റീവ് ടെർമിനലിന് നേരെ മൂവ് ചെയ്യാൻ. ഞാൻ പറഞ്ഞ എല്ലാ ഇലക്ട്രോൺസിനും പോസിറ്റീവ് ടെർമിനലിന് നേരെ അട്രാക്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ ലാറ്റിസിലുള്ള എല്ലാ ഇലക്ട്രോൺസിനും ഈ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഇലക്ട്രോണിന്റെ കേസ് എടുക്കാം. ഈ ഒരു ഇലക്ട്രോണിന് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ലാറ്റിസ്, ഇവിടെ കോവാലന്റ് ബോണ്ടിൽ ട്രാപ്ഡ് ആണ്. അപ്പൊ ഇയാൾക്കും ഈ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു പോസിറ്റീവ് ടെർമിനലിൽ നിന്ന്. ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹോൾ ഇരിക്കുന്ന പൊസിഷനിലോട്ട്, കാരണം ഇതൊക്കെ ഇതിന്റെ ബാലൻസ് ഇലക്ട്രോൺ അല്ലേ, അപ്പൊ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഈ ഹോൾ ഇരിക്കുന്ന പൊസിഷനിലോട്ട് ഈ ഇലക്ട്രോൺ ജമ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോൺ ഇങ്ങോട്ട് വരും. അപ്പൊ ആ ഇലക്ട്രോൺ ഇവിടെ എത്തും. അപ്പൊ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവുമല്ലോ, ഈ ഇലക്ട്രോൺ പോയ സ്ഥലത്ത് നമുക്കൊരു ഹോൾ ഉണ്ടാവും. അപ്പൊ നേരത്തെ ഹോൾ ഇവിടെ ആയിരുന്നു, ആ ഹോൾ ഇപ്പൊ ഇവിടെ എത്തി. അത് അവിടെ എത്താനുള്ള കാരണം എന്താ, ഈ ഇലക്ട്രോൺ അങ്ങോട്ട് മൂവ് ചെയ്താണ്. ഇനി അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ അടുത്ത അണ്ടർലൈൻ ചെയ്യുന്ന ഈ ഇലക്ട്രോണിനും ഇതേപോലെ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഈ ഹോളിലോട്ട് മൂവ് ചെയ്യും. അപ്പൊ ഈ ഇലക്ട്രോൺ ഇവിടെ എത്തി. അപ്പൊ അവിടെയും വേക്കൻസി പോയി. അപ്പൊ നമ്മുടെ ഹോൾ ഇവിടെ എത്തി. അപ്പൊ ഹോൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്തായിരുന്നു, ഈ ഇവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോൺ അടുത്ത സൈറ്റിലോട്ട് മൂവ് ചെയ്താണ്. അതേപോലെ ഈ ഇലക്ട്രോണിന് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോൺ എത്തി, അപ്പൊ വേക്കൻസി ഇവിടെ എത്തി. അപ്പൊ ഇവിടെ ആക്ച്വലി ഹോൾ ആണോ മൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഹോൾ ഇവിടെ മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ ആരാ മൂവ് ചെയ്യുന്നത്, ഈ ബൗണ്ട് ഇലക്ട്രോൺസ്, ഈ കോവാലന്റ് ബോണ്ടിൽ ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസും ഈ ഹോൾ മുഖാന്തരം ഈ പോസിറ്റീവ് ടെർമിനലിന് നേരെ മൂവ് ചെയ്യാം. അപ്പൊ ഈ ഒരു ഹോൾ എന്ന് പറയുന്ന ഒരു വേക്കൻസി അവിടെ ഉള്ളത് കൊണ്ട് ആ വേക്കൻസിയിലൂടെ എന്ത് ചെയ്യാണ്, നമ്മുടെ ബൗണ്ടഡ് ഇലക്ട്രോൺസും പോസിറ്റീവ് ടെർമിനലിന് നേരെ മൂവ് ചെയ്യും. അപ്പൊ നമ്മളവിടെ ഒബ്സർവ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഈ ഹോൾസ് നെഗറ്റീവ് ടെർമിനലിന് നേരെ മൂവ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അല്ലെ. കാരണം എന്താ, ഇവിടെ ഫസ്റ്റ് ഇവിടെ നിന്നായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, ആ ഇലക്ട്രോൺ ഇപ്പൊ ഇവിടെ എത്തി. അതായത് ആ ഹോൾ ഇവിടെ എത്തി. അപ്പൊ ആ ഹോൾ എന്തിനു നേരെയാണ് മൂവ് ചെയ്യുന്നത്, ഈ നെഗറ്റീവ് ടെർമിനലിന് നേരെയാണ്. അതുകൊണ്ടാണ് ഹോൾ ഒരു പോസിറ്റീവ് ചാർജ് കാരിയർ ആണെന്ന് പറയാനുള്ള കാരണം. അപ്പൊ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ഒക്കെ പോസിറ്റീവ് ടെർമിനലിന് നേരെ മൂവ് ചെയ്യും. ഹോൾസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക, ഹോൾസ് നെഗറ്റീവ് ടെർമിനലിന് നേരെയാണ് മൂവ് ചെയ്യുന്നത്. ഹോൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇമാജിനറി കൺസെപ്റ്റ് ആണ്. ശരിക്കും അവിടെ ഒരു വേക്കൻസി ആണ് യഥാർത്ഥത്തിൽ. ഹോൾ എന്ന് പറയുന്ന ഒരു ചാർജ് കാരിയർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ
നമ്മൾ അവിടെ ബൗണ്ട് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് എന്ന് പറയുന്നത് യാതൊരു തെറ്റുമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഹോൾസ് എന്ന് പറഞ്ഞ് അവിടെ മൂവ് ചെയ്യുന്ന ആളാരാ? ഈ ബൗണ്ടഡ് ഇലക്ട്രോൺസ് ആണ്. പക്ഷെ നമ്മൾ ആ പറയാനുള്ള എളുപ്പത്തിൽ നമ്മൾ പറയും ഇലക്ട്രോൺസ് പോസിറ്റീവ് ടെർമിനലിന് നേരെ മൂവ് ചെയ്യും, ഹോൾസ് നെഗറ്റീവ് ടെർമിനൽസിന് നേരെ മൂവ് ചെയ്യും. ഹോൾസ് നെഗറ്റീവ് ടെർമിനലിന് നേരെ മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹോൾ എത്ര ചാർജുള്ള ഒരു കാരിയറാണ്? ഹോൾ പോസിറ്റീവ് ചാർജുള്ള ഒരു കാരിയറാണ്. ഇലക്ട്രോൺസ് പോസിറ്റീവ് ടെർമിനലിന് നേരെ മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജുള്ള കാരിയറുമാണ്. അപ്പൊ നമുക്ക് പറയാം ഒരു സിലിക്കൺ അല്ലെങ്കിൽ ജർമ്മേനിയം ഏത് സെമി കണ്ടക്ടർ മെറ്റീരിയൽ എടുത്താലും അവിടെ തെർമൽ ജനറേഷൻ കാരണം ഇലക്ട്രോൺ ഹോൾ പെയർസ് എന്തായിരിക്കും? ജനറേറ്റഡ് ആയിരിക്കും. ഈ ഇലക്ട്രോൺ ഹോൾ പെയർസ് ഉള്ള ഒരു സെമി കണ്ടക്ടറിലോട്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ ഇതിൽ ഇലക്ട്രോൺസ് പോസിറ്റീവ് ടെർമിനലിന് നേരെയും മൂവ് ചെയ്യും, ഹോൾസ് നെഗറ്റീവ് ടെർമിനലിന് നേരെയും മൂവ് ചെയ്യും. ഹോൾസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടെ ഉദ്ദേശിക്കുന്ന ബൗണ്ടഡ് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ്. അപ്പൊ ശരിക്കും നമ്മളൊരു സിലിക്കൺ ക്രിസ്റ്റൽ എടുത്താൽ അവിടെ രണ്ട് ടൈപ്പ് ഇലക്ട്രോൺസ് ഉണ്ട്. ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും, ബൗണ്ടഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വന്ന ഇലക്ട്രോൺസ്. ബൗണ്ടഡ് ഇലക്ട്രോൺസ് പറഞ്ഞാൽ എന്താ? ആ ബോണ്ടിങ്ങിൽ ഇപ്പോഴും ട്രാപ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ്. അപ്പൊ ബൗണ്ടഡ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഹോൾ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്. അപ്പൊ ഇലക്ട്രോൺസ് ഫിസിക്കലി മൂവ് ബട്ട് ഹോൾസ് അപ്പിയേഴ്സ് ടു മൂവ് ആൻഡ് ബിഹേവ്സ് ആസ് എ പോസിറ്റീവ് ചാർജ്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ആ ബൗണ്ടഡ് ഇലക്ട്രോൺ ആണ് മൂവ് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ കാണുന്നത് എന്താണ്? ഈ ഹോൾസ് മൂവ് ചെയ്യുന്നതായിട്ടാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? കൂടുതൽ ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേറ്റ് ആവും. അപ്പൊ കൂടുതൽ ഇതിന്റെ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് സെമി കണ്ടക്ടർ മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ എത്ര ടെമ്പറേച്ചർ കൂട്ടുന്നോ അത്രയും കൂടുതൽ ബോൺസ് അവിടെ ബ്രേക്ക് ആവും, അത്രയും കൂടുതൽ ഇലക്ട്രോൺ ഹോൾ പെയർസ് അവിടെ ജനറേറ്റ് ആവും, അത്രയും അതിന്റെ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി എന്താണ് ഇലക്ട്രോൺ ഹോൾ പെയർ റീകോമ്പിനേഷൻ? ഇപ്പൊ നമ്മൾ പറഞ്ഞു തെർമൽ എനർജി അക്വയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഒരു ഇലക്ട്രോൺ അവിടെ നിന്ന് ഫ്രീ ആവും, അവിടെ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതാണ് ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ എന്ന് പറയുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസിന് അതിന്റെ എനർജി നഷ്ടപ്പെടും. അപ്പൊ അല്ലാതെ ഒരു ഫ്രീ ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കാലാകാലം ഫ്രീ ആയിട്ട് ഇരിക്കുകയല്ല. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ എനർജി ഇതിന് നഷ്ടപ്പെടും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഫ്രീ ഇലക്ട്രോൺ തിരിച്ച് ഏതെങ്കിലും ഒരു ഹോളിൽ പോയിട്ട് അതിന്റെ അടുത്ത് കാണുന്ന ഒരു ഹോളിൽ പോയിട്ട് എന്ത് ചെയ്യും? റീകമ്പൈൻ ചെയ്യും. അപ്പൊ ഈ ഒരു ഇലക്ട്രോൺ, ഈ ഒരു ഫ്രീ ഇലക്ട്രോൺ അതിന്റെ എനർജി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, കാരണം തെർമൽ എനർജി അക്വയർ ചെയ്തുകൊണ്ടാണ് ഇത് എന്ത് ചെയ്തത്? ഇത് പുറത്തേക്ക് പോയത്. പക്ഷെ ഈ ഒരു എനർജി ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺ തിരിച്ച് അതിന്റെ ഏതെങ്കിലും ഒരു ഹോളിൽ വന്ന് എന്ത് ചെയ്യും? റീകമ്പൈൻ ചെയ്യും. ഇപ്പൊ ഇലക്ട്രോൺ ആ ഒരു ഹോളിൽ വന്ന് റീകമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? അവിടെ നിന്ന് ആ ഫ്രീ ഇലക്ട്രോൺ പോയി, ഫ്രീ ഇലക്ട്രോണും പോയി, ആ ഹോളും പോയി. അപ്പൊ ഒരു റീകോമ്പിനേഷൻ നടക്കുമ്പോൾ ആ ഇലക്ട്രോണും ഹോളും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇല്ലാതാവുന്നുണ്ട്. അപ്പൊ ഒരു ജനറേഷൻ നടക്കുമ്പോൾ ഒരു ഇലക്ട്രോണും ഹോളും ഒരുമിച്ചാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതേപോലെ ഒരു റീകോമ്പിനേഷൻ നടക്കുമ്പോൾ ഒരു ഇലക്ട്രോണും ഹോളും ഒരേപോലെ എന്താവുന്ന? ഡിസപ്പിയർ ആവും. ഒരു ഫ്രീ ഇലക്ട്രോണും ഒരു ഹോളും ഒരേപോലെ എന്ത് ചെയ്യും? ഡിസപ്പിയർ ചെയ്യും. അപ്പൊ നമ്മൾ സെമി കണ്ടക്ടർ മെറ്റീരിയൽ എടുത്താൽ അവിടെ ജനറേഷൻ നടക്കുന്നത് പോലെ തന്നെ അവിടെ എന്ത് നടക്കുന്നുണ്ട്? റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഇൻഡെഫിനിറ്റ്ലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ജനറേഷൻ മാത്രമേ ഉള്ളെങ്കിൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് പതിയെ ഒരു കണ്ടക്ടറായി മാറും അല്ലെ? ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഒരു പരിധിയിൽ കൂടുതൽ ഫ്രീ ഇലക്ട്രോൺ ഉദ്ദേശിക്കുന്ന ഫ്രീ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഒരു പരിധിക്ക് മുകളിലോട്ട് പോയാൽ എന്തായി? കണ്ടക്ടറായി. അങ്ങനെ സംഭവിക്കില്ല. അതിന്റെ കാരണം എന്താണ്? റീകോമ്പിനേഷൻ ഉള്ളതുകൊണ്ടാണ്. ജനറേഷൻ സംഭവിക്കുന്നത് പോലെ തന്നെ ഒരു സെമി കണ്ടക്ടറിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? റീകോമ്പിനേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ റീകോമ്പിനേഷൻ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഉണ്ടാവുന്നതിൽ കുറെ ഇലക്ട്രോൺ ഹോൾ പെയർസ് ഉണ്ടാവുന്നുണ്ട്, റീകമ്പൈൻ ആവുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സെമി കണ്ടക്ടർ എടുത്താൽ അവിടെ ഈ ജനറേഷനും റീകോമ്പിനേഷന്റെ റേറ്റ് സെയിം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ കരിയർ കോൺസെൻട്രേഷൻ എന്താവുന്നില്ല? ഇൻക്രീസ് ആവുന്നില്ല. അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെ നിൽക്കും. ഈ റീകോമ്പിനേഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കരിയർ കോൺസെൻട്രേഷൻ ഇൻഡെഫിനിറ്റ്ലി ഇൻക്രീസ് ചെയ്ത് പോകും. അങ്ങനെ സംഭവിക്കില്ല. ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ തെർമൽ എനർജി തന്നെ ആവണമെന്നില്ല, ലൈറ്റ് എനർജിയോ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള എനർജി ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേറ്റ് ആവുന്നുണ്ട്. ഈ പറഞ്ഞ ഈ ജനറേറ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഹോൾ പെയർസ് അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺ ഹോൾ പെയർസ് കുറച്ച് കഴിയുമ്പോൾ ഈ എനർജി നഷ്ടപ്പെട്ട് റീകമ്പൈൻ ചെയ്ത് ഡിസപ്പിയർ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റീകോമ്പിനേഷനും ജനറേഷനും ഒരേപോലെ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സെമി കണ്ടക്ടർ മെറ്റീരിയലിലെ കരിയർ കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കും, എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത, അപ്പൊ അങ്ങനെയാണ് ഈ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആണ്. അപ്പൊ നമ്മൾ ഇലക്ട്രോൺസിൽ മൊബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ചാർജ് കാരിയറിന്റെ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ചാർജ് കാരിയറിന്റെ സ്പീഡിനെ, അപ്പൊ
നിങ്ങളൊരു മെറ്റീരിയൽ സെമി കണ്ടക്ടർ മെറ്റീരിയലിന് അക്രോസ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ 2 ചാർജ് കാരിയേഴ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഇലക്ട്രോണും ഉണ്ട്, ഹോളും ഉണ്ട്. ഇവരുടെ സ്പീഡിന്റെ ഇവർ ഇലക്ട്രിക് ഫീൽഡിന് നേരെ മൂവ് ചെയ്യും. ഇലക്ട്രോൺസ് ആണെങ്കിൽ പോസിറ്റീവ് ടെർമിനലിന് നേരെ മൂവ് ചെയ്യും, ഹോൾസ് ആണെങ്കിൽ നെഗറ്റീവ് ടെർമിനൽസിന് നേരെ മൂവ് ചെയ്യും. അത് എന്തുകൊണ്ടാണ് നമ്മൾ കണ്ടത്. അപ്പൊ അവരുടെ ആ സ്പീഡ് ഓഫ് മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൊബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ മൊബിലിറ്റി എപ്പോഴും ഹോൾസിനായിരിക്കും കുറവ്, അല്ലെങ്കിൽ ഇലക്ട്രോൺസിന് ഹോൾസിനേക്കാളും മൊബിലിറ്റി കൂടുതലാണ്. അത് എന്തുകൊണ്ടാണ് നമ്മളൊന്ന് ആലോചിച്ചാൽ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഈ ഇലക്ട്രോൺ ഹോൾസ് എന്ന് പറയുന്നത്. നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് പോസിറ്റീവ് ടെർമിനലിന് നേരെ മൂവ് ചെയ്യും, അതേപോലെ ഹോൾസ് നെഗറ്റീവ് ടെർമിനലിന് നേരെ മൂവ് ചെയ്യും. ഈ ഹോൾ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ബൗണ്ടഡ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതാണ്. നിങ്ങൾ ലോജിക്കലി ആലോചിച്ചാൽ മനസ്സിലാവും, ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന അത്ര ഈസി ആയിട്ട് ഈ ബൗണ്ടഡ് ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രീ ഇലക്ട്രോൺ മൂവ്മെന്റിന്റെ അത്ര സ്പീഡ് ആയിരിക്കില്ല ബൗണ്ടഡ് ഇലക്ട്രോൺ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അഥവാ ഹോൾ മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ ഇലക്ട്രോൺ മൂവ്മെന്റിനേക്കാളും കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും? സ്ലോ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രോൺസിനാണ് ഹോൾസിനേക്കാളും മൊബിലിറ്റി കൂടുതൽ. അപ്പൊ സെമി കണ്ടക്ടേഴ്സിൽ ഇലക്ട്രോൺ മൊബിലിറ്റി ഇസ് ഗ്രേറ്റർ ദാൻ ഹോൾ മൊബിലിറ്റി. കാരണം സെമി കണ്ടക്ടറിലെ ഈ ഇലക്ട്രോൺ ഹോൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അവിടെ ഇലക്ട്രോൺ മൊബിലിറ്റി ഹോൾ മൊബിലിറ്റിയേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് വിൽ മൂവ് ഫാസ്റ്റർ ദാൻ ഹോൾസ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം, കാരണം പിന്നീട് നമ്മൾ ട്രാൻസിസ്റ്ററിലോട്ടൊക്കെ പോകുമ്പോൾ ഈ പോയിന്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് നമ്മൾ NPN PNP 2 തരം ട്രാൻസിസ്റ്റർ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ NPN ഒക്കെ പ്രിഫർ ചെയ്യാനുള്ള കാരണം അടിസ്ഥാനം ഇതാണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺസിനാണ് ഹോൾസിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുക. അപ്പൊ നമുക്ക് എന്ത് പറയാം? സെമി കണ്ടക്ടറിലെ ഇലക്ട്രോൺ മൊബിലിറ്റി ഇസ് ഗ്രേറ്റർ ദാൻ ഹോൾ മൊബിലിറ്റി ആണ്. അപ്പൊ നമ്മളിപ്പോ സെമി കണ്ടക്ടറുടെ ബിഹേവിയർ, ഒരു സെമി കണ്ടക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ പറയാൻ ആശ്രയിച്ചത് ഈ ഒരു കോവാലന്റ് ബോണ്ട് മോഡലാണ്. ഒരു സിലിക്കണിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിലെ ബോണ്ടിങ് എങ്ങനെയാണ്, അതിലൂടെയാണ് നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഇതിനെന്തുകൊണ്ടാണ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കൂടുതൽ കാരിയേഴ്സ് ജനറേറ്റ് ആവാനുള്ള കാരണം എന്താണ്, ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഈ ഒരു കോവാലന്റ് ബോണ്ട് മോഡൽ ഉപയോഗിച്ചിട്ടാണ്. നമുക്കൊരു ഒരു സെമി കണ്ടക്ടറിന്റെ ബിഹേവിയർ ഈ കോവാലന്റ് ബോണ്ട് മോഡൽ അല്ലാതെ വേറെ ഒരു എനർജി ബാൻഡ് മോഡൽ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ 2 മോഡൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു സെമി കണ്ടക്ടറിന്റെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന് നമ്മൾ ഇപ്പോൾ പഠിച്ച കോവാലന്റ് ബോണ്ട് മോഡൽ, മറ്റൊന്ന് എനർജി ബാൻഡ് മോഡൽ. കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവുക ഈ കോവാലന്റ് ബോണ്ട് മോഡൽ. നമുക്ക് ഇനി ഒന്ന് ഈ എനർജി ബാൻഡ് മോഡൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ രണ്ടും പറയാൻ 2 മോഡലിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? ഈ സെമി കണ്ടക്ടറിന്റെ വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പൊ കോവാലന്റ് ബോണ്ട് മോഡലിൽ നമ്മൾ ബോണ്ടിങ് എന്താണ് കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞു, എങ്ങനെയാണ് ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേറ്റ് ആവുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ എനർജി, അതായത് ഇതൊക്കെ എങ്ങനെയാണ് എനർജി ലെവൽസ്, ഇതിന്റെയൊക്കെ എനർജി പെർസ്പെക്റ്റീവിലുള്ള ഒരു ആംഗിൾ ആണ് നമ്മൾ ഈ എനർജി ബാൻഡ് ഡയഗ്രത്തിലൂടെ പറയാൻ സാധിക്കും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.